അത് നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് ഞാൻ തുറന്നു പറയുന്നതുകൊണ്ടാണ്, എല്ലാം തുറന്നു പറയുന്നതുകൊണ്ടാണ്. നല്ല കമ്പനിയായിട്ട് ആൾക്കാർ സംസാരിച്ചിട്ട് ഇപ്പൊ ചേത്താനായാലും നമ്മുടെ അലിൻ ജോസ് ആയാലും പല ആൾക്കാരും നല്ല കമ്പനിയായിട്ട് സംസാരിച്ചിട്ട് ഒരു ദേഷ്യം വരുമ്പോ ചേട്ടൻ ചേത്താൻ എന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു. പൊട്ടണിൽ വന്ന് കുറെ ഇൻസൾട്ട് ചെയ്തു. പറഞ്ഞു പോയി സത്യം തന്നെയാണ്. പെരേര കൊച്ചാണെങ്കിൽ പറഞ്ഞു പോയി സത്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഒരാളെ പേഴ്സണലി എത്ര ചേട്ടനെ വിശ്വസിച്ചൊരു കാര്യം പറയുമ്പോ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അങ്ങനെ ഒറ്റയടിക്ക് എല്ലാം തുറന്ന് പറയുന്നത് അവരുടെ ഒരു ഇമേജിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഉള്ള കാര്യമാണ് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യേ. അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെക്കുന്ന എന്തിനാണ്? ചിലവർക്ക് അത് പേഴ്സണൽ ആയിട്ടിരിക്കാൻ താല്പര്യമുള്ള കുറെ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ പബ്ലിക് ആയിട്ട് പറയാൻ ചിലർക്ക് അല്ല, അതൊരു തരത്തിൽ കള്ളത്തരായിട്ട് തോന്നുന്നു. എന്തെങ്കിലും ചെയ്തിട്ട് തുറന്ന് സമ്മതിക്കുക. എന്തിനാണ് ഒളിച്ചു വെക്കുന്നത്? കല്യാണം കഴിച്ച ശേഷം ഞാൻ ലാലേട്ടനെ വെച്ച് പറഞ്ഞത് തന്നെയാണ്. കല്യാണം കഴിച്ച ശേഷം വേറെ ഉള്ളവർ പോകുന്നത് ശരിയല്ല. നിങ്ങൾ അങ്ങനത്തെ പ്ലേ ബോയോ വുമണൈസറാണ് കല്യാണം കഴിക്കരുത്. കാരണം കല്യാണം കഴിച്ചാലും നിങ്ങൾക്ക് പിള്ളേരില്ലെങ്കിൽ കുഴപ്പമില്ല, പിള്ളേർക്ക് കുഴപ്പമില്ലെങ്കിൽ പ്രശ്നമില്ല, പിള്ളേരില്ലെങ്കിൽ കുഴപ്പമില്ല. ഭാര്യയും ഭർത്താവാണെങ്കിൽ ചേത്താൻ്റെ കേസുള്ള അതാണ്. ഭാര്യയും ഭർത്താവാണ്, അവർക്ക് എന്തെങ്കിലും കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പിള്ളേരുണ്ടാകുമ്പോൾ പിള്ളേരെ ബാധിക്കും. പിള്ളേരെ അത് ഇപ്പം ഈ അമേരിക്കയിലല്ല, ഈ മിക്ക ഫാമിലീസും ബ്രോക്കൺ ഫാമിലീസാണ്. ടീനേജ് പ്രഗ്നൻസികളിൽ വന്ന പിള്ളേർ അവിടെ സൈക്കാട്രിക് ഇഷ്യൂ വളരെ കൂടുതലാണ്. ഒരുപാട് പിള്ളേർ അഫക്റ്റഡ് ആവുന്നുണ്ട്. ഇങ്ങനെ എക്സ്ട്രാമാരിറ്റൽ അഫയേഴ്സ് വരുമ്പോൾ പിള്ളേർ അഫക്റ്റഡ് ആവും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അണ്ണമൻ കല്യാണം ഇപ്പോഴത്തെ നിയമം പറഞ്ഞത് ഒരു സ്ത്രീക്ക് എത്ര പുരുഷന്മാരുണ്ട്, എന്ത് നിയമമാണ് മനസ്സിലാവുന്നില്ല. സ്ത്രീക്ക് ആവാം, പക്ഷെ പുരുഷന് പാടില്ല. ഒരാണ് ഒരു പെണ്ണിന് നോക്കാൻ പോലും പാടില്ല. പക്ഷെ സ്ത്രീക്ക് എത്ര പുരുഷന്മാരായിട്ട് പ്രണയിക്കാം. പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത്? എനിക്ക് മനസ്സിലായി എന്ത് മണ്ടൻ നിയമങ്ങളാണ് മനസ്സിലാവുന്നില്ല. കാലം പറഞ്ഞാൽ അത് എല്ലാ പിന്നെ എന്തിനാ കല്യാണം കഴിക്കില്ല? അത് വേണ്ടെന്ന്. ഇപ്പൊ യൂറോപ്പിലൊന്നും ആരും കല്യാണം കഴിക്കില്ല. സൽമാൻ ഖാൻ പറയുന്ന ആള് സൽമാൻ ഖാൻ പറയുന്ന ആള് പുള്ളിക്ക് ഒരുപാട് പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ടായി. പുള്ളി കല്യാണം കഴിച്ചില്ലല്ലോ, പുള്ളി കുട്ടികളുണ്ടാക്കിയില്ല. സൽമാൻ ഖാൻ ചെയ്യുന്ന നല്ല കാര്യമാണ്, അതല്ല ചെയ്യേണ്ടത്.